Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു പൈനാപ്പിൾ ജാമിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഈ പൈനാപ്പിൾ ജാം തയ്യാറാക്കാൻ. അതുപോലെ തന്നെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ പൈനാപ്പിൾ ജാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പൈനാപ്പിൾ ജാം തയ്യാറാക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ അതിൻ്റെ ബ്ലാക്ക് പോർഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പൈനാപ്പിൾ ജാമിൽ ചെറിയ പീസസ് പൈനാപ്പിളിൻ്റെ കടിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി, ചെറിയ പീസസ് കിട്ടുന്ന രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങളിത് ഒന്ന് അരച്ചിട്ട് കുറച്ച് പീസസ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ല. അതുപോലെ തന്നെ എനിക്ക് പൈനാപ്പിളിൻ്റെ ആ സെയിം ടേസ്റ്റാണ് ഇഷ്ടം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചായിരിക്കും നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതോടും നന്നായിട്ട് കട്ടിയായിട്ടൊന്ന് വരും. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നാരങ്ങാനീര് ചേർക്കുന്നത് നമ്മുടെ പഞ്ചസാര ഒന്ന് ക്രിസ്റ്റലായി പോകാതിരിക്കാൻ, അതുപോലെ തന്നെ നമുക്കൊരു 4 ആഴ്ചത്തോളം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പൈനാപ്പിൾ എസെൻസോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല കളറും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കുറച്ചുകൂടി ഒന്ന് വരും. അപ്പം ഞാൻ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങാനീരും പൈനാപ്പിളും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ജാം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.